ഇന്ന് രാവിലെ ഉണ്ടല്ലോ കുറച്ച് മണൽ തപ്പി നടക്കുമായിരുന്നു. പക്ഷെ മണലായിട്ട് കിട്ടിയില്ല. കുറച്ച് മണ്ണും മണലും മിക്സ് ആയിട്ടുള്ള ഭാഗം കുറച്ച് ഞാൻ റോഡ് സൈഡിൽ നിന്ന് പൊക്കി. എനിക്ക് വേണ്ടിയിരുന്നത് മണലായിരുന്നു, പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. മണലിന് പകരമായിട്ട് ഞാനിവിടെ പെർലൈറ്റ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഈ വെളുത്ത കളറുള്ള സാധനമില്ലേ, അതാണ് പെർലൈറ്റ്. അത് ഈ നമ്മൾ കൊണ്ടുവന്ന മണ്ണും മണലും മിക്സ് ആയിട്ടുള്ള ഭാഗത്തിലോട്ട് ഒരേ അളവിൽ തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ പെർലൈറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോട്ടി മിക്സിൽ നല്ല ഡ്രെയിനേജ് കിട്ടും, പിന്നെ ചെടിയുടെ റൂട്ട്സിന് നല്ല എയറേഷൻ കിട്ടും. പക്ഷേ ഈ ഒരു പോട്ടി മിക്സ് ഞാൻ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാറുമില്ല. ഇങ്ങനൊരു സെറ്റപ്പിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് കാക്ടസ് കൊണ്ട് തരണേ. ഈ ഒരു പാക്കിംഗ് ഐഡിയ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. 2 ഗ്ലാസും അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് നടുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊള്ളാം, നല്ലൊരു ഐഡിയ. പണ്ട് എൻ്റെ കയ്യിൽ കുറേ കാക്ടസും സക്കുലൻസും ഒക്കെ ഞാൻ പുറം നാടുകളിൽ നിന്ന് ഓർഡർ ചെയ്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ കുറേയൊക്കെ ഞാൻ വെള്ളം കൂടുതൽ ഒഴിച്ച് നശിപ്പിച്ചു തന്നെയാണ്. കുറേയൊക്കെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് പറ്റാത്തതുകൊണ്ട് നശിഞ്ഞു പോയതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത് നടുന്നത് കേട്ടോ. ഈ പോട്ട്സൊക്കെ പണ്ട് എനിക്ക് കുറേ കൊളാബറേഷൻസ് ഒക്കെ ഇട്ട് അയച്ചു തന്നതാണ് പലരും. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഒന്ന് പൊടി തട്ടി ഉപയോഗിക്കുന്നത്. ഈ കാക്ടസിന് അധികം വെള്ളം വേണ്ട, അധികം സൂര്യപ്രകാശം വേണ്ട, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മണലും മണ്ണും പിന്നെ കുറച്ച് പെർലൈറ്റൊക്കെ ഉപയോഗിച്ചത്. ഇനിയിപ്പോൾ ഒരു 20-25 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ. ഇടയ്ക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി മീതെ. ഈ കാക്ടസ് ഒന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാൻ പോവാത്തതാണ് നല്ലത്. അതങ്ങനെ വളർന്നോട്ടെ.